സൂപ്പർ താരങ്ങളായ മമ്മൂട്ടിക്കും മോഹൻലാലിനുമൊപ്പം അഭിനയിക്കുക എന്നത് ഏതൊരു താരത്തിന്റെയും വലിയൊരു ആഗ്രഹമാണ്. അത്തരമൊരു അവസരം ലഭിച്ചാൽ തന്നെ തങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ഒന്നും മറക്കുകയുമില്ല. എന്നാൽ താൻ അഭിനയിച്ച ഒരു മമ്മൂട്ടി ചിത്രവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളെല്ലാം തന്നെ ഇനി ഒരിക്കൽ പോലും ഓർക്കാതിരിക്കാൻ ശ്രമിക്കുകയാണെന്നാണ് നടി മഞ്ജു പത്രോസ് പറയുന്നത്. മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ എന്ന ലാലേട്ടൻ പടത്തിന് ശേഷമാണ് മമ്മൂട്ടിയുടെ ആ പടത്തിലേക്ക് എത്തുന്നത്. ലാലേട്ടന്റെ പടത്തിൽ പ്രധാനപ്പെട്ട ഒരു റോൾ ചെയ്യുന്നത് മഞ്ജുവാണെന്ന് ശിബുചേട്ടൻ വിളിച്ചു പറഞ്ഞു. എന്നെ തന്നെയാണോ വിളിച്ചതെന്ന് താൻ ആദ്യം കരുതിയെന്നാണ് മഞ്ജു പറയുന്നത്. മഞ്ജു പിള്ള ചേച്ചിയെ വിളിച്ചത് മാറിപ്പോയതാണോ എന്ന് വരെ താൻ ആലോചിച്ചുവെന്നും താരം പറയുന്നുണ്ട്. കരിയർ തുടങ്ങുന്ന സമയത്ത് തന്നെ അത്തരം ഒരു വേഷം കിട്ടിയതോടെ ചിരിക്കണോ സന്തോഷിക്കണോ എന്ന് അറിയാത്തൊരവസ്ഥയായിരുന്നു. ഷൂട്ട് തുടങ്ങാൻ ഒരു 11 ദിവസം ഉള്ളപ്പോഴാണ് തനിക്കൊരു ആക്സിഡന്റ് പറ്റുന്നത്. തന്റെ മുഖത്തിന്റെ ഒരു സൈഡ് കീറിപ്പോയി. ആശുപത്രിയിൽ ചെന്നപ്പോൾ പറഞ്ഞത് പ്ലാസ്റ്റിക് സർജറി ചെയ്യണമെന്നായിരുന്നു. താൻ ഓർമ്മയൊക്കെ പോയ അവസ്ഥയിലാണ്. അപകടത്തെക്കുറിച്ച് ജിബുചേട്ടനോട് വിളിച്ചു പറഞ്ഞപ്പോൾ എന്തായാലും ഇപ്പോൾ വേറെ ആളെ നോക്കുന്നില്ലെന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. അങ്ങനെ 2-3 ദിവസം കൂടുമ്പോൾ തന്റെ ഫോട്ടോ അയച്ചു കൊടുക്കുമായിരുന്നു. ആ ഫോട്ടോ ഇപ്പോഴും തന്റെ കൈവശമുണ്ട്. അത് കാണുമ്പോൾ വലിയ സങ്കടമാകും. 8 ദിവസമൊക്കെ കഴിഞ്ഞിട്ടും നീര് പോകാത്ത അവസ്ഥയായതോടെ നിങ്ങൾ വേറെ ആളെ വെച്ചോളൂ എന്ന് ജിബുചേട്ടനെ വിളിച്ച് പറയുകയായിരുന്നു. എന്നാൽ തന്നോട് ലൊക്കേഷനിലേക്ക് എത്താനായിരുന്നു ജിബുചേട്ടൻ ആവശ്യപ്പെട്ടത്. കോഴിക്കോടായിരുന്നു ലൊക്കേഷൻ. മേക്കപ്പ് ടെസ്റ്റ് ഒക്കെ നടത്തിയതിനു ശേഷം തനിക്ക് തന്നെ ആ വേഷം ലഭിച്ചു. അതായത് നമ്മുടെ പേര് എഴുതിയ അരി നമുക്ക് തന്നെ കിട്ടുമെന്നർത്ഥം. അത് വേറെ ഒരിടത്തേക്കും പോകില്ലെന്നാണ് മഞ്ജു പറയുന്നത്. നമുക്ക് വരാനുള്ളത് നമ്മുടെ അടുത്ത് തന്നെ കിട്ടും. കൂടാതെ പ്രകാശം പരത്തുന്ന ഒരു വ്യക്തിയാണ് ലാലേട്ടൻ എന്നും തന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്നത് ഏതൊരു വ്യക്തിയാണെങ്കിലും അവർക്ക് തുല്യ ബഹുമാനം കൊടുക്കുന്ന ആളാണെന്നും മഞ്ജു പത്രോസ് പറയുന്നുണ്ട്. തന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്നത് ഏതൊരു വ്യക്തിയാണെങ്കിലും അവർക്കും തുല്യ ബഹുമാനം കൊടുക്കുന്ന ആളാണ് ലാലേട്ടൻ എന്നും മഞ്ജു പത്രോസ് പറയുന്നുണ്ട്. മമ്മൂട്ടിയുടെ കൂടെ അഭിനയിച്ചു എന്ന് പറയുമ്പോഴും ഇനി പറയുന്ന കാര്യം എന്തൊക്കെ വിവാദമാകുമെന്ന് പറയാൻ പറ്റില്ലെന്നും താരം പറയുന്നു. ഉട്ടോപ്പിയിലെ രാജാവ് എന്ന സിനിമ താരം അത്ര ആസ്വദിച്ച് ചെയ്തതല്ല. ഒരുപാട് സങ്കടപ്പെട്ടും കരഞ്ഞുമൊക്കെയാണ് ആ സിനിമ പൂർത്തിയാക്കിയത്. ആ സിനിമയിലെ കോസ്റ്റ്യൂം ഒന്നും തനിക്ക് ഒട്ടും ഓക്കെ ആയിരുന്നില്ല. അന്നൊക്കെ കഥാപാത്രം എന്താണെന്നൊക്കെ ചോദിക്കുന്നതിന് മുൻപ് തന്നെ ആദ്യം ചോദിക്കുന്നത് കോസ്റ്റ്യൂം എന്താണെന്നാണ്. അത്രയും ധൈര്യമൊന്നും അന്ന് വന്നിട്ടില്ല. ഇന്ന് ചിലപ്പോൾ താൻ അത് ചെയ്തേക്കും. ഒരു കലാകാരിയെ സംബന്ധിച്ച് അവരുടെ വസ്ത്രധാരണത്തെക്കാൾ പ്രധാനം പെർഫോമൻസിനാണെന്ന് തനിക്ക് ഇപ്പോൾ അറിയാം. എന്നാൽ അന്നറിയില്ലായിരുന്നു. വേലക്കാരിയുടെ വേഷമാണ്, സാരിയും നൈറ്റിയും ഒക്കെ ആയിരിക്കും കോസ്റ്റ്യൂം എന്ന് പറഞ്ഞു. അങ്ങനെ ഷൂട്ടിനായിരുന്നു ചെന്നത്. എല്ലാവരും അങ്ങനെ തമാശയൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്താണ് കോസ്റ്റ്യൂം മാറാനായി വിളിക്കുന്നത്. അവിടെ ഒരു ബ്ലൗസും മുണ്ടും എടുത്തു വെച്ചിരിക്കുന്നത് കണ്ടു. ബ്ലൗസ് ഇങ്ങനെ ഇറക്കി ഭയങ്കര വൈഡ് നെക്ക്. തനിക്ക് ഇപ്പോഴും അത് ഭയങ്കര വിഷമം വരുത്തുന്നുണ്ട്. താൻ ഭയങ്കരമായി കരഞ്ഞു. ഇപ്പോൾ നോക്കിയാലും നിങ്ങൾക്ക് കാണാം ആ ബ്ലൗസൊക്കെ പരമാവധി വലിച്ചു കയറ്റി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ടെല്ലാം തന്നെ വളരെ പ്രയാസപ്പെട്ട് ചെയ്ത സിനിമയാണത്. ആ സിനിമയുടെ ഭാഗങ്ങൾ വ്യക്തമായി ഓർമ്മയില്ല. അതേസമയം സിനിമ റിലീസായതിനു ശേഷം സിനിമ കാണാനും പോയിട്ടില്ല. തനിക്കും ഒട്ടും തൃപ്തി തരാതിരുന്ന ഒരു സമയമായിരുന്നു. പക്ഷെ മമ്മൂട്ടി എന്ന മനുഷ്യനോട് തനിക്ക് വലിയ ബഹുമാനം ഉണ്ടെന്നും ഇന്നും തനിക്ക് മോഹൻലാലിന്റെ നമ്പർ കാണാതെ അറിയില്ല, പക്ഷെ മമ്മൂട്ടിയുടെ നമ്പർ അറിയാമെന്നും പറയുന്നു. ഏതെങ്കിലും സിനിമ ചെയ്തെന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചാൽ അപ്പോൾ തന്നെ മറുപടി വരും. തന്റെ പ്രേക്ഷകർക്ക് അത്രയും വാല്യൂ കൊടുക്കുന്ന ഒരു സാധാരണക്കാരനായ മനുഷ്യനാണ് അദ്ദേഹം എന്നും മഞ്ജു പത്രോസ് പറയുന്നുണ്ട്.